നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് തന്റെ ശിഷ്യന്മാരുടെ അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യൻ്റെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ട വീതിയും വസ്ത്രത്തിന് തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധനം ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനായിട്ട് തരുന്ന സന്ദേശങ്ങളാണ്. ഒന്നാമത്തെ വായനയിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് യെശയ്യാ പ്രവാചകൻ വഴി പറയുന്ന കാര്യം ഇതാണ്. അതായത് സോദോമിൻ്റെ അധിപതികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിക്കുക. അതായത് അത്രമാത്രം അവരുടെ ആത്മീയത ജീർണിച്ചു പോയിരുന്നു. ദൈവം അവരെ അത്രമാത്രം പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അത്ഭുതകരമായി അവരെ വഴി നടത്തുകയൊക്കെ ചെയ്തിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയവരാണ്. ദൈവത്തോട് വിശ്വസ്തതാപൂർവ്വം നിലനിൽക്കാൻ സാധിക്കാതെ പാപത്തിനകത്ത് വീണുപോയ ഇസ്രായേൽ ജനതയെ നോക്കി ദൈവം പറയുന്ന കാര്യം ഇതാണ്: സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. വീണ്ടും ദൈവം പറയുന്ന കാര്യം ഇതാണ്, അവരോട് പറയുകയാണ്, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിലും ഞാൻ രമ്യതപ്പെടാൻ തയ്യാറാണ്. ഇതുപോലെ കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് രമ്യതപ്പെടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നന്മ പ്രവർത്തിക്കുവാനായിട്ട് ശീലിക്കുവിൻ. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളേറെ പരിശ്രമിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നന്മ പ്രവർത്തികൾക്കാണ് നമ്മുടെ ജീവിതങ്ങൾ നിറയാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ട് അവിടെ കർത്താവ് പറയുകയാണ്, എപ്രകാരം നിൻ്റെ ജീവിതത്തെ നീ നല്ല പ്രവർത്തികൾ കൊണ്ട്, നന്മകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ പരിശ്രമിക്കുമ്പോൾ, ദൈവവുമായിട്ട് രമ്യതപ്പെടാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതം മുഴുവനും നിർമ്മലമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. നിന്നെ വിശുദ്ധീകരിക്കുവാൻ എനിക്ക് സാധിക്കും. ഈ ഒരു വലിയ ഒരു സന്ദേശം പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നമുക്കും ബാധകമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും ദൈവവുമായിട്ട് രമ്യതപ്പെടാനും, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ ദൈവവുമായിട്ട് രമ്യതപ്പെടാനും ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് ആ ഒരു ഹൃദയ നൈർമല്യത്തോടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ തൊടുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. അത് നമുക്ക് അനുഭവിക്കാനും പറ്റും. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. വളരെ ശക്തമായ ഭാഷയിൽ ഈശോ ഫരിസേയരോടും നിയമജ്ഞരോടും സംസാരിക്കുകയാണ്. കാരണം അവരുടെ ജീവിതങ്ങൾ നോക്കിയിട്ട് ഇത്രമാത്രം ഒരു ദുഷ്ടത നിറഞ്ഞ ഒരു അധികാരമുള്ള വ്യക്തികളെ ഈശോ കാണുകയാണ്. അതായത് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കപടതയും കരുണയില്ലായ്മയും അഹങ്കാരവും അവരുടെ ജീവിതത്തിലെ പ്രധാനമായ ഒരു ദൂഷ്യവശങ്ങളായിട്ട് ഈശോ കാണുന്നുണ്ട്. കപടത എന്ന് പറയുമ്പോൾ അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷേ അവരത് പ്രവർത്തിക്കുന്നില്ല. കരുണയില്ലാത്ത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്.
അതുകൊണ്ട് എല്ലാവരുടെ മേൽ ഒത്തിരിയേറെ ഭാരങ്ങൾ വെച്ച് കൊടുക്കുന്നു. പക്ഷേ ഇവരാണെങ്കിൽ അവരെ സഹായിക്കാൻ പോലും മനസ്സില്ലാത്ത രീതിയിൽ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുപോലെ അവരുടെ ഉള്ളിൽ ഒത്തിരിയേറെ അഹങ്കാരമുണ്ട്. അഹങ്കാരം എന്തിനു വേണ്ടിയാണ്? എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പല പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം കണ്ടിട്ട് ഈശോ വളരെ തൻ്റെ വിപ്ലവകരമായ ഒരു പ്രബോധനം നടത്തുകയാണ്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവനാണോ, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കണം. അതായത് ഈശോ പഠിപ്പിച്ചു വെക്കുന്നൊരു കാര്യം, അതായത് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം മുഴുവനും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളത് ശക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് മാറ്റമാണ് വരുത്താനുള്ളത്? ഒത്തിരിയേറെ അധികാരമുള്ളവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകൾ, ജോലി മേഖലകളിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അധികാരം മുഴുവനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും നന്മപ്രവർത്തികളിലൂടെ അവരുടെ ജീവിതങ്ങളൊക്കെ കൂടുതൽ സന്തോഷകരമാക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടിയുള്ള, മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതങ്ങളായി മാറാതെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു ഹിതത്തിന് വിട്ടുകൊടുക്കുന്നവരായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, വിനയമുള്ള ഒരു ജീവിതം, വിനയത്തോടെ നിൻ്റെ മുമ്പിൽ വ്യാപരിക്കുവാൻ, നിൻ്റെ ജനത്തിന് മുമ്പിൽ വ്യാപരിക്കുവാനായിട്ടുള്ള കൃപ തരണമേ. കപടതയും കരുണയില്ലായ്മയും അഹങ്കാരവും ഒക്കെ മാറ്റി ഹൃദയ നൈർമല്യത്തോടെ നിന്നെ സേവിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.